ജാനകി എന്ന പേരിട്ടതിന്റെ പേരിൽ ഒരു സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ്. താങ്കൾ സംവിധാനം ചെയ്ത പല സിനിമകളിലും ഇത്തരത്തിലുള്ള ദൈവ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ട്. അപ്പോൾ അക്കാലത്തും വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതിന് സത്യം പറ പ്രകാശേ, എന്താ ഇതിന്റെ ഒരു ലൈൻ? പുതിയ പ്രവർത്തനം പറഞ്ഞാൽ സെൻസർ ബോർഡ് ആവശ്യമില്ല ഇവിടെ. അതാണ് ഞങ്ങൾ പറയുന്നത്. അലയൻ ദേഷ്യപ്പെടരുത്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ ഒന്ന്, സൗത്ത് ഇന്ത്യ ഒന്ന്, അതെന്ത് ഏർപ്പാടാണ്? അവിടെയൊക്കെ എന്ത് വേണം ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ചെറിയ സാധനം പറഞ്ഞാൽ ജാതീയമായിട്ടും ഇതായിട്ടും ആവശ്യമില്ലാതെ ഇവരാണ് കൊണ്ടുവരുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഈ ജാനകി എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഇവിടെ കലാപം ഉണ്ടാവുമോ? അത് മനസ്സിലാവുന്നില്ല. ഇത് കേരളം ഒരു ഭീകര സ്ഥലം തന്നെ അല്ലേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ഘട്ടങ്ങളിൽ അനുഭവിച്ചു പോയവരാണ്. ഇഷ്ടംപോലെ സെൻസർ കട്ട്സ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തർക്കിച്ച് ബഹളമുണ്ടാക്കി സെൻസർ ബോർഡ് ടേബിളിൽ വരെ ഞങ്ങൾ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. സിനിമ നിങ്ങൾ കൊണ്ടുപോയി കുഴിക്ക് കഴിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും വിടാൻ പാടില്ല. പട്ടിണി കിടന്നാലും നമ്മൾ നമ്മളെ വെയിറ്റ് കളയാൻ പാടില്ല. അപ്പോൾ ഈ സിനിമയിലെ നായകൻ ഒരു കേന്ദ്രമന്ത്രിയാണ്. എന്നിട്ടും ആ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹമാണെങ്കിൽ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കുന്നു? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അദ്ദേഹം ഒരു കഥാപാത്രമല്ലേ, കേന്ദ്രമന്ത്രി എന്നുള്ള സംഭവത്തിലല്ലല്ലോ അയാൾ ഈ ലീഡ് റോൾ ചെയ്യുന്നത്.